ഹലോ ഹലോ കേൾക്കാമോ? ഹലോ ആ ആ. ഹലോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത പ്രോബ്ലംസ് ഓരോന്ന് നമുക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോബ്ലം പറഞ്ഞു പോയിരുന്ന പോലെ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അതിന് ഫസ്റ്റ് ടോപ്പിക് റാങ്ക്. റാങ്ക് എങ്ങനെ കാണാന്ന് വെച്ചാൽ ഞാനിപ്പോ ഇതിൽ പാഡിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ റാങ്ക് കാണാൻ പറയുമ്പോൾ ഇതിൽ ഫസ്റ്റ് റോ നോക്കാം. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് 6, സെക്കൻഡ് 0 ആണ്. സെക്കൻഡ് ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളം 0, തേർഡ് കോളം 2. ഇനി ഈ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഈ റോയിലെ റാങ്ക് മെട്രിക്സിന്റെ റാങ്ക് കാണുന്നുണ്ടെങ്കിൽ എലമെന്ററി റോ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് എത്ര നോൺ സീറോ എലമെന്റ് ഉണ്ടെന്ന് കണ്ടെത്താം. അങ്ങനെയാണ് റാങ്ക് കണ്ടെത്താം. അപ്പൊ എനിക്ക് വേണ്ടത് ഈ 6ന്റെ താഴെയുള്ള എല്ലാ എലമെന്റും എന്തായിരിക്കണം? 0 ആവണം. അതുപോലെ ഈ -1ന് താഴെയുള്ള എലമെന്റ് 0 ആവണം. അങ്ങനെ ഈ 3 എലമെന്റ് 0 ആക്കണം. ഈ 3 എലമെന്റ് 0 ആക്കാനായിട്ട് റോ കോളം ഇന്റർചേഞ്ച് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി നോക്കിയത് 0 ആണ്. അപ്പൊ ഇവിടെ ചേഞ്ചസ് ഒന്നും വേണ്ട. ഈ 2ന്റെ സ്ഥാനത്തിരിക്കുന്ന മൂന്നാമത്തെ റോയിലെ ഫസ്റ്റ് കോളത്തിന് 0 ആക്കണം. അപ്പൊ ഇതിൽ നമ്മൾ ചേഞ്ചസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ റോയിലെ എല്ലാ എലമെന്റിനും ചേഞ്ചസ് വരും. അപ്പൊ ഈ 2നെ 0 ആക്കണം. 2നെ 0 ആക്കാൻ വേണ്ടിയിട്ട്
അതായത് ഏത് ഈ ടൂവിനെ നമുക്കിവിടെ സീറോ ആക്കാം. ഈ ടൂവിനെ സീറോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന റോ R3 ആണ്. അപ്പൊ R3 ആദ്യം കൊടുക്കാം. R3യിൽ ചേഞ്ചസ് വരുത്തണം. അവിടെ വരുത്തേണ്ട ചേഞ്ചസ് എന്ന് പറഞ്ഞാല് ഈ R3നെ മൊത്തം ഈ എലമെന്റിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം R1ന് മൈനസ് ചെയ്യുക. 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 6 വരും. 6 R1ൽ 6 ആണ്. 6ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 6നെ നമ്മൾ R3യുടെ വാല്യൂ റോ R3 ഇരിക്കുന്നത് 3 ഇൻറ്റു 2 ചെയ്യുക മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് 3യും ഈ എലമെന്റിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ഓൾറെഡി ഇവിടെ ഇരിക്കുന്ന 6 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 വരും. അപ്പൊ ഈ കോളത്തിൽ ഈ എലമെന്റ് 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇവിടെ 0 ആയിട്ട് മാറും. ഇനി ഈ എലമെന്റ് ഓൾറെഡി 0 ആണ്. അത് ഇവിടെ ചേഞ്ചസ് വരുത്തണം. ഇവിടെ നമുക്ക് ചേഞ്ചസ് വരുമ്പോൾ -1 ഇൻറ്റു 3. -1 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ -3 മൈനസ് ഓഫ് 3. ഇത് നമുക്കിത് പ്ലസ് മൈനസ് പ്ലസ് ആവും. പ്ലസ് മൈനസ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു ഇതും 0 എന്ന് കിട്ടും. അപ്പൊ ഈ എലമെന്റ് ഇവിടെയും 0 എന്ന് വരും. 0 ഇതും 0 എന്ന് കിട്ടും. ഈ റോ നമ്മൾ ചേഞ്ച് ചെയ്തു. ഈ റോനെ ചേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ എന്താ നിൽക്കുന്നത് 0 0 0 എന്ന് വന്നു. ഇപ്പൊ ഇതിൽ എത്ര നോൺ സീറോ എലമെന്റ് ഉണ്ടെന്ന് നോക്കാം. നോൺ സീറോ എലമെന്റ് എന്ന് പറയുമ്പോൾ ഇത് 1 2. അപ്പൊ ഇവിടെ റാങ്ക് 2 ആയിരിക്കും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഇവിടെ തന്നെ നമുക്ക് എക്ലിയൻ ഫോം വെച്ചുകൊണ്ട് ഇങ്ങനെ റാങ്ക് കാണാൻ പറ്റും. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തത് ഇതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഇവിടെ വേണ്ടത് നമുക്ക് ഈ ഡയഗണൽ എലമെന്റ് 1 ആക്കണം. ഇപ്പൊ ഡയഗണൽ എലമെന്റ് 6 ആണ്. ഇത് -1 ആണ്. ഇത് -1 ആണ്. അപ്പൊ ഈ 6നെ 1 ആക്കാൻ വേണ്ടിയിട്ട് 1 ഇൻറ്റു 1/3 ചെയ്യാം. അത് റാങ്ക് കണ്ടുപിടിക്കാൻ പറയുമ്പോ 6 1 ആക്കണം. ഡയഗണൽ 1 ആക്കണമെന്നില്ല. ഡയഗണൽ 1 ആക്കണമെന്നില്ല. സാധാരണ കേസിൽ ഡയഗണൽ വേണ്ട. എക്ലിയൻ ഫോം എന്ന് പറഞ്ഞിട്ട് കാണാൻ പറയുകയാണെങ്കിൽ മാത്രമേ 1 ആക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഇപ്പൊ റാങ്ക് കിട്ടി. റാങ്ക് ഇപ്പൊ നമുക്ക് 1 2 ആണ്. ഇത് രണ്ടെണ്ണേ ഓൺ സീറോ ആയിട്ടുള്ളൂ. അതുകൊണ്ട് 2 ആണ് ഇതിന്റെ റാങ്ക്. പക്ഷെ ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചില എക്ലിയൻ ഫോം യൂസ് ചെയ്തുകൊണ്ട് റാങ്ക് കാണാൻ പറയും. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഡയഗണൽ എലമെന്റ് എല്ലാവരും 1 ആക്കണം. ഈ ഡയഗണൽ ഇരിക്കുന്ന എല്ലാ എലമെന്റും 1 ആക്കണം. അപ്പൊ നമ്മൾ 1 ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ ഇൻറ്റു അത് R1 ഇൻറ്റു 1/6 കൊടുക്കുക. അതുപോലെ ഇവിടെ -1 കൊണ്ട് ഇത് മൈനസ് കളയുള്ളൂ. -1 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് +1 ആവും. അതുപോലെ ഇതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് +1 ആവും. അങ്ങനെ നമുക്ക് ഈ ഡയഗണൽ എലമെന്റും 1 ആക്കാം. അപ്പൊ റാങ്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഞാനൊരു ക്വസ്റ്റ്യൻ തട്ടെ, ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്ത് അങ്ങനെ എടുത്ത ടോപ്പിക്കിൽ പോകണം. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ചെയ്ത് നോക്കണം. എങ്ങനെയാലും കുഴപ്പമില്ല. സമയം പോലെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ടോപ്പിലേക്ക് പോകാം. ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ തരാം. ഇല്ല, റാങ്ക് കണ്ടുപിടിക്കാൻ ക്ലിയർ ആയി. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ ഈ നോട്ട് തരാം. ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ. ചെയ്ത് നോക്കിയിട്ട് നോട്ട് സാറിന് അയച്ചു കൊടുക്കാം. ഓക്കെ. ഇനി വരുന്നത് ഗസ്സസ് എലിമിനേഷൻ മെത്തേഡ് ആണ്. ഗസ്സസ് എലിമിനേഷൻ ക്വസ്റ്റ്യൻ ആണ് ഈ കിടക്കുന്നത്. ഇത് നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ 3 ഇക്വേഷൻ ഉണ്ടായിരിക്കും. ഈ ഗസ്സസ് എലിമിനേഷൻ നമുക്ക് ആദ്യം AX = B എന്ന ഫോമിലേക്ക് ആക്കാം. അതിനുശേഷം ഓഗ്മെന്റേഷൻ ഫോമിലാക്കിയിട്ട് എലമെന്ററി ഓപ്പറേഷൻ ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഇവിടെ ഒരു എക്സിന്റെ ഒരു ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്ത് കിട്ടും. അതായത് ലാസ്റ്റ് റോ ഒക്കെ 0 ആകുന്ന സമയത്ത് എലമെന്ററി ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഇതുപോലെ ലാസ്റ്റ് 0 ആയിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് 2 അൺനോൺ വാരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് വീണ്ടും
ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് തിരിച്ച് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടെത്തണം. അങ്ങനെയാണ് എലിമിനേഷൻ മെത്തേഡ് പറയുന്നത്. തന്നിരിക്കുന്നതിന് ആദ്യം എക്സ് ഈക്വൽ ടു ബി എന്ന ഫോമിലേക്ക് ഇക്വേഷൻ എഴുതുക. അതിനെ റോയും ഓഗ്മെന്റേഷൻ രൂപത്തിലേക്ക് ആക്കുക. അത് എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമാണ്. ഇതിനെ ഓഗ്മെന്റേഷൻ രൂപത്തിലേക്ക് ആക്കിയിട്ട് അതിനെ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു ഫോം കിട്ടും. ഇങ്ങനെ വരുന്നതിൽ നിന്ന് നമുക്ക് ഇതിൽ ഓരോ എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും എത്ര അൺനോൺ വാല്യൂബിൾ ഉണ്ടോ ആ അൺനോൺ വാല്യൂബിളിനൊക്കെ വാല്യൂസ് കിട്ടണം. ഇതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനെ നമ്മൾ ആദ്യം വെച്ചാൽ എക്സിന്റെ ഓരോ ടേമിനെയും കോയിഫിഷ്യന്റ് എടുത്തിട്ട് എഴുതിയിട്ട് എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലാക്കാം. എ എന്ന് പറയുന്നത് ഇതിൽ വരുന്ന എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും കോയിഫിഷ്യന്റ് ആണ് എ എന്ന് പറയുന്നത്. ഇക്വേഷനിലെ എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും കോയിഫിഷ്യന്റ് ആണ് എ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതുപോലെ മെട്രിക്സ് രൂപത്തിലേക്ക് ആക്കി വെക്കും. അതിനുശേഷം ഇതിന്റെ കൂടെ നമുക്ക് എടുക്കുന്ന വേരിയബിൾ എക്സ് വൈ ആണ്. അതുകൊണ്ട് എക്സ് വൈ സെഡ് കൊടുത്തു. 3 ഉള്ളൂ. 3 എക്സ് വൈ സെഡ് എടുത്തു. പിന്നെ വരുന്നത് ഈക്വലിന് ഇപ്പുറത്ത് കിടക്കുന്ന ഭാഗം. ഈക്വലിന് ഇപ്പുറത്ത് കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 0, 2, 4 അത് ബി ആയിട്ട് എഴുതി. ഇത് ക്ലിയർ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. എ എക്സ് ഈക്വൽ ടു ബി ഈ ഒരു ഫോമിലേക്ക് ആക്കണം. അതാണ് നമ്മുടെ ഇക്വേഷൻ പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് ഈ എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും വാരിയബിളിനാണ് നമ്മൾ എ ആയിട്ട് മെട്രിക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റിൽ നിന്നും ഇതിലെ എക്സ് ഇവിടെ എക്സ് ഇല്ല. ഫസ്റ്റത്തെ ഇക്വേഷൻ അതാണ് y പ്ലസ് സെഡ് മൈനസ് 2w. ഇതിൽ നമുക്ക് എക്സിന്റെ വാരിയബിൾ ഇല്ല. വാരിയബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ഇവിടെ 0 കൊടുത്തു. അടുത്തത് വൈയുടെ വാരിയബിൾ വരുന്നത് 1 ആണ്. സെഡ് 1 ആണ്. w എന്ന് പറയുന്നത് -2. ഇനി അടുത്തത് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. അത് ഈ ഇക്വേഷൻ എടുക്കുക. ഈ ഇക്വേഷനിൽ എക്സിന്റെ വാരിയബിൾ 2, വൈയുടെ -3, സെഡ് -3, w 6. ഇവിടെ താഴെ 2, -3, -3, 6. അടുത്തത് ഇതിന്റെ എടുക്കാം. ഇതിൽ നമുക്ക് എക്സിന്റെ വാരിയബിൾ 4, y1, z1, w -2. താഴെ 4, y, z -2. z അല്ല 1 ആണ്. 1 ഇത് 1 -2. ഇതിങ്ങനെ എഴുതുന്ന മെട്രിക്സിന്റെ മെട്രിക്സ് ഒക്കെ വരയ്ക്കണം. ഞാനത് ഇവിടെ അല്ല ബോർഡ് ഇട്ടിട്ട് പരിചയപ്പെടാത്ത കാരണേ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇത് മെട്രിക്സ് വരയ്ക്കുന്ന പോലെ ഇത് മെട്രിക്സിലേക്ക് ആക്കാം. അപ്പൊ ഇത് എ എന്ന് പറഞ്ഞിട്ട് ഇതിൽ എക്സും വൈയും സെഡും ആണ്. നമുക്ക് 3 റോയേ ഉള്ളൂ. അതുകൊണ്ട് എക്സ് വൈ സെഡ് ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ബി വരുന്നത് ഈ 0, 2, 4 ആണ് നമ്മുടെ ബി. ബി സീക്വൽ വരുമ്പോ 0, 2, 4. അപ്പൊ നമ്മൾ ഇത് നിരത്തി എ ആദ്യം എഴുതി, എക്സ് എഴുതി, പിന്നെ ബി എഴുതി. അപ്പൊ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് ആയി നമ്മൾ എ എന്നുള്ള മെട്രിക്സ് എഴുതി, എക്സ് എഴുതി, ബി എഴുതി. എ മെട്രിക്സ് എഴുതുന്നത് ഈ എക്സിന്റെ വൈയുടെ കോയിഫിഷ്യന്റ് എടുത്തിട്ട് മെട്രിക്സ് ഉണ്ടാക്കുമ്പോൾ എ ആയി. എക്സും വൈ സെഡ് ആണ് നമ്മൾ 3 വാരിയബിൾ ഇവിടെ പറയുന്നത്. അതുപോലെ ബി എന്ന് പറയുന്നത് ഈക്വലിന് പുറത്ത് കിടക്കുന്ന എല്ലാ നമ്പേഴ്സ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബി ആയി. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ക്ലിയർ ക്ലിയർ അല്ലേ അത്? ഇനി ഓഗ്മെന്റ് ഇപ്പൊ നമ്മൾ എഴുതിയേക്കണം എ ഈക്വൽ ടു എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള രൂപത്തിലായിരുന്നു. ഇനി ഓഗ്മെന്റേഷൻ രൂപത്തിൽ എഴുതുമ്പോ എ കോളൻ ബി എന്നുള്ള രൂപത്തിലാക്കണം. ഇതാണ് ഓഗ്മെന്റേഷൻ രൂപം എന്ന് പറയുന്നത്. എ കോളൻ ബി. അപ്പൊ എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എന്താണോ അതിനുള്ളില് 0, 1, 1, -2, 2, -3, -3, 6, 4, 1, 1, 2. ഇതിന്റെ നേരെ കോളിനിട്ടിട്ട് ബിയുടെ വാല്യൂ 0, അടുത്ത ബിയുടെ വാല്യൂ 2, പിന്നത്തെ ബിയുടെ വാല്യൂ
4. ഇങ്ങനെ ഒരുമിച്ച് ഒരു ബോക്സിനുള്ളിലാക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്ന രൂപത്തിനെയാണ് ഓഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോ ക്ലിയർ ആണോ? എയും ബിയും കോളൻ ഇട്ട് എഴുതിയപ്പോൾ അത് ഓഗ്മെന്റേഷൻ രൂപമായി. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യണം. ഇപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് റോയിൽ ഇരിക്കുന്ന ഫസ്റ്റത്തെ എലമെന്റ് 0 ആണ്. അതുകൊണ്ട് ആ 0നെ മാറ്റാൻ വേണ്ടിയിട്ട് R1നെ ചേഞ്ച് ചെയ്യാണ് R3നെ എഴുതുന്നത്. അതായത് ഇവിടെ നമുക്ക് ചേഞ്ചസ് കൊടുക്കാണ്. R1നെ ഞാൻ ഇന്റർചേഞ്ച് ചെയ്യാണ് R3നെ വെച്ചിട്ട്. അതായത് R1ൽ ഇരിക്കുന്ന വാല്യൂവിനെ R3യിലേക്കും R3യിലിരിക്കുന്ന വാല്യൂവിനെ R1ലേക്കും. അതായത് ഈ റോനെ മൊത്തം എടുത്തിട്ട് മുകളിലത്തെ റോയിലേക്ക് ഇടാം. ഇതാ മുകളിലത്തെ റോനെ മൊത്തം എടുത്തിട്ട് താഴത്തെ റോയിലേക്ക് ഇടാം. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. മാറ്റട്ടെ. ഈ നമുക്ക് ഈ 4ന്റെ താഴെയുള്ള ഈ 2നെ 0 ആക്കണം. ഈ 3യുടെ താഴെയുള്ള 1നെ 0 ആക്കണം. ഈ 1ഉം 0 ആയി പോകും. അപ്പൊ ഈ ഡയഗണൽ എലമെന്റ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഡയഗണൽ എലമെന്റ് വരുന്ന ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ നീ കിടക്കുന്നതാണ് ഡയഗണൽ എലമെന്റ് ഇങ്ങനെ വരുന്നത്. ഡയഗണൽ എലമെന്റ് താഴെ കിടക്കുന്ന ഈ 3 വാല്യൂസിനെ നമുക്ക് 0 ആക്കണം. അതായത് R2ലെ ഫസ്റ്റ് എലമെന്റും R3യിലെ സെക്കൻഡ് എലമെന്റും 0 ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് നേരത്തെ ചെയ്ത പോലെ റോയിനെ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യം ചേഞ്ച് ചെയ്യുന്നത് R2 ചേഞ്ചസ് ടു R1 മൈനസ് R1 ടു R2 ആണ്. ഈ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് R1നെയാണ് R1 അല്ല R2 ആണ് ചേഞ്ച് ചെയ്യുന്നത്. R2 ചേഞ്ച് ചെയ്യുന്നത് R1 ചേഞ്ച് ചെയ്യുന്നില്ല. R1 അങ്ങനെ തന്നെ. അപ്പൊ അത് അതേപോലെ തന്നെ എഴുതാം. R2ല് ഈ 2 എലമെന്റ് എന്തായിരിക്കണം? ഈ 4ന് താഴെ വരുന്ന ഈ ഡിജിറ്റ് 0 ആക്കണം. ഇത് 0 ആക്കണം. ഈ 3ക്ക് താഴെ വരുന്ന ഇത് 0 ആക്കണം. ഈ 3 എലമെന്റ് ആണ് നമുക്ക് 0 ആക്കേണ്ടത്. അപ്പൊ ഇതിൽ 2ഉം 1ഉം 0 ആക്കണം. 2 0 ആക്കണം എന്നുണ്ടെങ്കിൽ R2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അത് 4 ആവും. വന്നിട്ട് ഈ R1ന് മൈനസ് ചെയ്ത് നമുക്ക് 0 കിട്ടും. അതുപോലെ ഇത് ഓരോ എലമെന്റിനെ ഇതുപോലെ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, R1ൽ നിന്ന് മൈനസ് ചെയ്യുക. ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, R1ൽ നിന്ന് മൈനസ് ചെയ്യുക. ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, R1ൽ നിന്ന് മൈനസ് ചെയ്യുക. ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, R1ൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇത് ക്ലിയർ ആണോ? ഇത് ചെയ്യാൻ മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ഞാൻ ഇതിന്റെ ആൻസർ എഴുതിയാ പോരെ? മതി. ഞാൻ ഇവിടെ ആൻസർ എഴുതാം. 0 -1 -7 14 0 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ റോ ഇതും ഇതുമാണ്. അതായത് ഇതിനെ ചേഞ്ച് ചെയ്ത് പോയി. ഇനി ഈ 1നെ 0 ആക്കണം. ഈ 1നെ 0 ആക്കണം എന്നുണ്ടെങ്കിൽ R3യിലാണ് ചേഞ്ചസ് വരുത്തുന്നത്. R3നെ R3ക്ക് എടുക്കുന്ന വാല്യൂ ഇതിനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. 1നെ ചെയ്യുകയാണെങ്കിൽ ഈ R1ൽ നിന്ന് മൈനസ് ചെയ്താൽ പോലെ R2ന് വേണ്ടി ആഡ് ചെയ്താൽ മതി. -2 4 -1 11 14 6 0. ഇപ്പൊ ഇവിടെ കിടക്കുന്ന -1 ആണ്. ഈ -1നെ ഇവിടെ 1 ആണ്. ഈ 1നെ മനസ്സിലായി. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. R1ഉം R2ഉം തമ്മിൽ R3യും R2ഉം തമ്മിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 0 ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഇത് -1 ആണ്. ഇവിടെ 1 അല്ലേ കിടക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ വെറുതെ ആഡ് ചെയ്തെങ്കിൽ 0 ആയി. സോറി, ഈ റിസൾട്ട് ഇതല്ല. ഞാൻ മോളിൽ റിസൾട്ടാണ്.
ഇവിടെ വരുന്ന റിസൾട്ട് 0 -7 -7 അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട പേജസ്, അതായത് R1 അങ്ങോട്ട് നിർത്താം. R2ലെ 2നെ 0 ആക്കുമ്പോൾ നമുക്ക് R2 -2 R2 -R1. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് 0 -7 -7 14 0. ഇനി ഈ കോളത്തിലെ ഈ എലമെന്റ് 0 ആക്കണം. ഇത് 0 ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ 7 കൊണ്ട് ആഡ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 7 ആയി. ഈ 7 -7 നിന്നും കുറച്ച് കഴിഞ്ഞാൽ കൂടെ 0. ഇത് ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ പറയാം. 7 0 ആക്കുന്നു. അതൊന്ന് പറയാം. R3 tends to 7 R3 plus R2. അതായത് ഈ ഇക്വേഷൻ ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. R3നെയാണ്, ഈ റോയിനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടത്തെ 1നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനായിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഇവിടെ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 4ഉം കൂടി ഇവിടെ ഈ 0ലേക്ക് ആഡ് ചെയ്ത് വരും. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ആയിട്ട് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ 4ലേക്ക് ആഡ് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ 0യും 4ഉം കൂടെ ആഡ് ചെയ്ത് വരും. അതുകൊണ്ട് ഫസ്റ്റത്തെ റോയിനായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് റോയും തേർഡ് റോയും തമ്മിലാണ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ഈ -7 ഇവിടെ 1 കൊടുക്കും. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇതിൽ നിന്ന് മൈനസ് പ്ലസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്. അതായത് ഇവിടെ ഒരു 17 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 × 7 എന്ന് പറയുമ്പോൾ ഇവിടെ 7 വരും. എന്നിട്ട് ഈ സെക്കൻഡ് റോയും തേർഡ് റോയും കൂടെ ആഡ് ചെയ്യുമ്പോൾ -7 + 7 എന്ന് പറയുമ്പോൾ 0 ആയിട്ട് പോകും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതുപോലെ തന്നെ അടുത്തത് ഇവിടെ ഒരു 1 ആണ്, ഇവിടെ -7 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? R3നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 7 × 1 7 കിട്ടും. പിന്നെ ഇത് ആഡ് ചെയ്യുമ്പോൾ ഓൾറെഡി -7 ആണ്. -7 × 7 എന്ന് പറയുമ്പോൾ -7 + 7 എന്ന് പറയുമ്പോൾ ഇതും 0 ആയിട്ട് പോകും. കിട്ടിയാ? ഇവിടെ ഓൾറെഡി 1 ആണ്. ഈ 1നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 കിട്ടും. ഈ 7ഉം -7ഉം തമ്മിൽ ആഡ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് അത് 0 ആയിട്ട്. അതുപോലെ അടുത്ത റോ -2നെ വീണ്ടും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -2നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തും 14 കിട്ടും. മുകളിൽ കിടക്കുന്ന +14 ആണ്, താഴെ കിടക്കുന്നത് മൈനസ് ആണ്. ഇതും ആഡ് ചെയ്യുന്ന സമയത്ത് 0 ആയിട്ട് പോകും. അപ്പൊ ഈ 3 റോയും 0 ആയിട്ട് പോകും. ഈ റോ മൊത്തം 0 ആയിട്ട് പോകും. ലാസ്റ്റ് റോ മൊത്തം 0 ആയിട്ട് പോകും. ക്ലിയർ ആണോ? അപ്പൊ ഇത് നോട്ട് കാണിച്ചു ഇങ്ങനെ വരും. നോക്കിയേ, ഓഗ്മെന്റേഷൻ ട്യൂബ് എടുത്തു. ഫസ്റ്റ് റോനെ ചേഞ്ച് ചെയ്തു. R2ൽ നിന്ന് 2 R2 - R1 ചെയ്ത് തന്നപ്പോൾ നമുക്ക് ഇതുപോലത്തെ റോ കിട്ടി. ഇതിൽ ചേഞ്ചസ് വരുന്നത്, ഇതിന്റെ ചേഞ്ചസ് വരുന്ന സമയത്ത് നമുക്ക് 0 -7 -7 14 0 എന്ന് കിട്ടി. ഇനി R3യിലെ ഈ 1നെ 0 ആക്കാൻ വേണ്ടിയിട്ട് 7 × R3, അതായത് ഇതിനൊക്കെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം R2ൽ നിന്നും ആഡ് ചെയ്യാം. അതായത് ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ടാണ് ഈ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് 0 ആയിട്ട് പോകും, ഇത് 0 ആയിട്ട് പോകും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ 40 വരും. -40 + 40, അപ്പൊ അത് 0 ആയിട്ട് പോകും. ഈ റോ മൊത്തം 0 ആയിട്ട് പോകും. അതാണ് ഇവിടെ നമുക്ക് കിട്ടിയ റോ. ഇത് മൊത്തം 0 ആയി. ക്ലിയർ ആണത്? ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ, അത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നമുക്ക് എക്സിന്റെയും വൈയുടെയും ഇവിടെ വരെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ x = b എന്ന ഫോമിലേക്ക് ആക്കി, അതിനുശേഷം ഓഗ്മെന്റേഷൻ രൂപത്തിലേക്ക് ആക്കി എലമെന്ററി ഓപ്പറേഷൻ ചെയ്തു. അതിനുശേഷം നമുക്ക് തന്നെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് എക്സിനും വൈക്കും സെഡിനും വാല്യൂ കണ്ടെത്തും. അപ്പൊ നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയതിലെല്ലാം 0 ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഒന്നും നമുക്ക് കിട്ടില്ല. ഈ ഇക്വേഷൻ എടുക്കുന്ന -7 -7 40 = 0. അപ്പൊ ഇതിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. എക്സിന്റെ ടേം 0 ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം 0 ആയിട്ട് പോകും. സെക്കൻഡ് ടേം വരുന്നത് -7. അപ്പൊ -7y -7z 40w = 0. ക്ലിയർ ആണോ? ഈ ഒരു റോയിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ. ഇനി അതിന്റെ മുകളിലത്തെ ലൈൻ നോക്കാം. ഇവിടെ എല്ലാ വേരിയബിളും ഉണ്ട്. 4 1 1 -2 4. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അടുത്തൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. 4ന് x, y-ക്ക് 1, z-ന് 1 -2w = 4 എന്നും പറഞ്ഞ് രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇങ്ങനെ രണ്ട് ഇപ്പൊ ഈ R1ന്റെ ആദ്യം എഴുതിയ പോരെ? R2ന്റെ രണ്ടാമതിൽ എഴുതട്ടെ?
R1ന്റെ അല്ല ഇത് -7y എന്നുള്ളത് 4x അതിന്റെ തൊട്ട് താഴെയല്ലേ ഉണ്ടായി? ഇല്ലില്ല, നമ്മളിവിടെ ഇതിന് ഈ ടേം കൂടെ 0 ആയിട്ട് പോയില്ലേ? 0 ആയി കഴിഞ്ഞാണെങ്കിൽ എക്സിന്റെ ടേം ആണ്, എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ് 0. രണ്ടാമത് എടുത്ത് y ആണ്. ആ ഓർഡർ കീപ്പ് ചെയ്യണം നമ്മൾ. എക്സ് വൈ സെഡ് ഡബ്ല്യു എന്നുള്ള നാല് അൺനോൺ വാരിയബിൾ ആണ് നമുക്ക്. അപ്പൊ 4 അതിന്റെ ഓർഡർ തന്നെ എഴുതാം. അപ്പൊ 4 കഴിഞ്ഞ് 4ന്റെ താഴെയുള്ളതാണ് എക്സ്, അതുപോലെ ഇതിന്റെ താഴെയുള്ളതാണ് എക്സ്. അപ്പൊ ഇത് എക്സ്, ഇത് x1, ഇത് x2, x3 എന്നുള്ള ഫോമിലാ കിടക്കണം. ഇതിൽ ഓരോന്നിലും ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ എഴുതണം എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് ഡബ്ല്യു തന്നെ ഇക്വേഷൻ ആക്കണം. അതിൽ ഇവിടെ വരുന്ന വാരിയബിൾസും നമ്പേഴ്സും നമുക്ക് ഓരോ എക്സിന്റെയും കോയിഫിഷ്യന്റ് ആയിട്ട് എഴുതും. അങ്ങനെയാണ് നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടാക്കിയത്. ഇതിൽ നിന്നും 2 ഇക്വേഷൻ ഉണ്ടാക്കി. ഇതുവരെ ക്ലിയർ അല്ലേ? ഇപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട്, അതായത് എക്സിന് ഒരു വാല്യൂ കണ്ടെത്താം, വൈക്ക് ഒരു വാല്യൂ കണ്ടെത്താം, സെഡിന് ഒരു വാല്യൂ കണ്ടെത്താൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് 4 അൺനോൺ വാല്യൂബിൾ തന്നിട്ടുണ്ട്. അതായത് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഇപ്പോ എക്സിനും വാല്യൂ കോയിഫിഷ്യൻ ഉണ്ട്, വൈക്കും കോയിഫിഷ്യൻ ഉണ്ട്, സെഡിനും കോയിഫിഷ്യൻ ഉണ്ട്, ഡബ്ല്യൂനും കോയിഫിഷ്യൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ 4 അൺനോൺ വാരിയബിൾ വരുന്ന സമയത്ത് 2 വാരിയബിൾ ആർബിട്രറി ആയിട്ടുള്ള വാരിയബിൾ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഓരോ ടേമിന് ഇത് ഏതെങ്കിലും ഒരെണ്ണം 0 ആയാലും നമുക്ക് അടുത്തത്. ഇപ്പൊ എക്സ് വൈ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് 0 ആണ്, നമുക്ക് വൈക്ക് വാല്യൂ കിട്ടും. അതുപോലെ വൈക്ക് 0 ആണെന്നുണ്ടെങ്കിൽ എക്സിന് വാല്യൂ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റണം എക്സിനും വൈക്കും. ഇതിന്ന് 4 അൺനോൺ വാരിയബിൾ നമുക്ക് കിട്ടി, ആൻസറിൽ നമുക്കത് കിട്ടി. അങ്ങനെ കിട്ടിയത് കൊണ്ട് നമുക്ക് ഇതിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റില്ല. അതായത് എക്സിനും വൈക്കും വാല്യൂ നേരിട്ട് കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇതിന്റെ 2 വാരിയബിൾ ആർബിട്രറി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് സെഡിനും ഡബ്ല്യൂക്കും എക്സിനും വൈക്കും നമുക്ക് വാല്യൂ കിട്ടണം. അപ്പൊ ഏതെങ്കിലും 2 എണ്ണത്തിന് നമ്മൾ എന്ത് കൊടുക്കണം? ഏതെങ്കിലും 2 ആർബിട്രറി വാല്യൂ എയോ ബിയോ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് സെഡിന് എ എന്നും ഡബ്ല്യൂന് ബി എന്നും പറഞ്ഞ് കൊടുത്തു. അത് ഈ 4 എണ്ണത്തില് ഇതിലത്തെ സെഡ് എ എന്നും ഡബ്ല്യൂ എന്നുള്ളത് ബി എന്നും കൊടുത്തു. അത് 2 നമ്മൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇക്വേഷൻ എന്തായി നോക്കിയാൽ ഫസ്റ്റത്തേല് അപ്പൊ വൈക്ക് വാല്യൂ കിട്ടും. പക്ഷേ ഏതായാലും 2 പോയി കഴിഞ്ഞാലോ ഒരെണ്ണത്തിൽ വാല്യൂ കിട്ടുള്ളൂ. നമുക്ക് വൈക്ക് ഒരു വാല്യൂ കിട്ടണം. ഫസ്റ്റത്തെ ഇക്വേഷനിൽ 3 വാരിയബിൾ ആണ് തന്നേക്കുന്നത്, വൈയും സെഡും ഡബ്ല്യൂയും. അതിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഏതെങ്കിലും ഒരു ആർബിട്രറി വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വാല്യൂ കിട്ടും. അപ്പൊ വൈകിനെ ഇവിടെ നിർത്തിയിട്ട് സെഡിനും ഡബ്ല്യൂനും 2 ആർബിട്രറി വാല്യൂ ഇവിടെ കൊടുത്തു. അതാണ് ഈ സെഡ് സീക്വൽ ടു എ എന്നുള്ളതും ഡബ്ല്യൂ സീക്വൽ ടു ബി എന്നുള്ളതും. ഇതിങ്ങനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ ഇവിടെ ഈ ഇക്വേഷൻ -7y -7a, സെഡിന് പകരം എ കൊടുത്തു, അതുപോലെ ഈ 40 ഡബ്ല്യൂന് പകരം ബി കൊടുത്തു, ഈക്വൽ ടു 0 എന്ന് കിട്ടി. എന്നിട്ട് ഇതിൽ നിന്നും 7y അവിടെ നിർത്തി, ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ളതിനെ ഇവിടെ നിർത്തി. അതിനുശേഷം വൈനോട് നിർത്തിയിട്ട് 7 കൊണ്ട് ഹോൾ നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വൈക്ക് ഒരു വാല്യൂ കിട്ടി. വൈയുടെ വാല്യൂ 2b - a എന്ന് വൈക്ക് ഒരു വാല്യൂ കിട്ടി. ഇത് ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ. ക്ലിയർ. അപ്പൊ നമുക്ക് വൈക്ക് വാല്യൂ കിട്ടി, സെഡിന്റെ വാല്യൂ എ എന്ന് എടുത്തു, ഡബ്ല്യൂന്റെ വാല്യൂ ബി എന്ന് എടുത്തു. ഇനി എക്സിന് വാല്യൂ കണ്ടെത്തണം. അപ്പൊ ഈ ഹലോ ക്ലിയർ ആയില്ല, ക്ലിയർ ആയില്ല. ഹലോ, പറഞ്ഞൊന്നും മുറിഞ്ഞു പറഞ്ഞു. ഇതൊന്നും കൂടി പറയണം അല്ലെ? ഇതൊന്നും കൂടി പറയണമെന്നല്ലേ പറഞ്ഞ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. ഈ ഭാഗം ഒന്നും കൂടി പറയണമെന്നല്ലേ പറഞ്ഞേ? സ്ക്രീൻ കാണുന്നത്. ഹലോ
ഹലോ ഹലോ കേൾക്കാമോ? ഹലോ ആ കേക്കാമോ? ഇപ്പൊ ഇത് ഇവിടെ അല്ലേ മനസ്സിലായില്ല എന്ന് പറഞ്ഞ? ഇത് രണ്ടും നമുക്ക് മെട്രിക്സിൽ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. അതായത് എക്സിന്റെ ടേം കൂടി ഇല്ലാത്തത് കൊണ്ട് ഇത് 0 ആയിട്ട് പോയി. 0 ഇൻറ്റു -7y - 7z പ്ലസ് 14w is equal to 0. അതുപോലെ 4x പ്ലസ് y പ്ലസ് z മൈനസ് 2w is equal to 4 എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി. ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണത്തിന്റെ ഏതെങ്കിലും ഇപ്പൊ 4 അൺനോൺ വേരിയബിൾ ഉണ്ട് ഇവിടെ അല്ലെ. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. ഇവിടെ എക്സ് ഇല്ല, വൈ ഉണ്ട്, സെഡ് ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെയും വൈയുടെയും ഡബ്ല്യുവിന്റെയും സെഡിന്റെയും വാല്യൂ കണ്ടെത്തണം. അപ്പൊ നമുക്ക് ഇത് ഓൾറെഡി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നേരിട്ട് എക്സിന്റെ വൈയുടെ സെഡിന്റെ വാല്യൂ കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് ആർബിട്രറി വാല്യൂ നമ്മൾ നേരിട്ട് കൊടുക്കാം. അപ്പൊ സെഡിന് എ എന്നൊരു വാല്യൂ കൊടുത്തു, ഡബ്ല്യുവിന് ബി എന്നും പറഞ്ഞ നമുക്ക് ഇഷ്ടമുള്ള രണ്ട് വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ കേഷൻ ഫസ്റ്റത്തെ കേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടിനും കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സെഡിനും ഡബ്ല്യുവിനും കൊടുക്കുന്നത്. സെഡിന് എ എന്നും ഡബ്ല്യുവിന് ബി എന്നും വാല്യൂ നമുക്ക് കൊടുക്കുന്നത് ഇവിടെ വൈയുടെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കേസിൽ ഫസ്റ്റത്തെ കേസിൽ ഇതിനെ അങ്ങനെ നിർത്തി 7 ഇൻറ്റു എ ഇവിടെ 14 ഇൻറ്റു ബി. ഇതിനുശേഷം ഈ ടേമിനെ ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അതായത് ഈ -7y ഈക്വലിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ +7y ആയി. ഇവിടത്തെ മൈനസ് ഇപ്പുറത്തോട്ട് ആക്കിക്കൊണ്ട് നമുക്ക് 14b - 7a എന്ന് തിരിച്ചെഴുതാം. അതിനുശേഷം ഈ 7ന്റെ കൂടെയുള്ള വൈനെ ഇത് ഹോൾ ഡിവൈഡ് ചെയ്യാം. അപ്പൊ 14/7 എന്ന് പറയുമ്പോൾ 2 കിട്ടും. 7/7 എന്ന് പറയുമ്പോൾ ഇവിടെ 1 വരും, കെയും വരും. അങ്ങനെ വൈയുടെ വാല്യൂ നമുക്ക് കണ്ടെത്തും. ഇത് ക്ലിയർ ആണോ? ഹലോ ജാൻ, ക്ലിയർ ആണോ? ഹലോ 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 മിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. മിസ് ആ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയാം, അവിടെ വെച്ചാ കട്ടായപ്പോ. ഇവിടെ അല്ല. അത് ഈ കേസിൽ നമുക്കിപ്പോ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ അൺനോൺ വേരിയബിളിന്റെ വാല്യൂ കിട്ടണം. അതായത് 4 അൺനോൺ വേരിയബിൾ ആണ് എക്സ്, വൈ, സെഡ്, ഡബ്ല്യു. ഇതിൽ നമുക്ക് വൈയുടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സെഡിനും ഡബ്ല്യുവിനും രണ്ട് ആർബിട്രറി വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ സെഡിന് പകരം എ എന്നും ഡബ്ല്യുവിന് പകരം ബി എന്നും പറഞ്ഞ് രണ്ട് വാല്യൂ നമുക്ക് കയ്യിൽ നിന്നിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി -7a + 14b = 0 എന്നായി. ഇതിനുശേഷം ഈ -7y എന്നുള്ളത് മൈനസ് ആയതുകൊണ്ട് നമുക്ക് ഈക്വൽ ടു 10ന് ഈക്വൽ ടു 0 അടുത്തേക്ക് കൊണ്ടുപോകാം. ഈ -7y -7y ഈക്വലിന് പുറത്തോട്ട് പോകുമ്പോൾ +7y എന്നായി. ഇവിടെ കിടക്കുന്ന ഈ ടേം ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് ഇവിടെ മൈനസ് ആണ് ആദ്യം കിടക്കുന്നത് കൊണ്ട് ആദ്യം പ്ലസ് ടേം എടുത്ത് പിന്നെ മൈനസ് ടേം ആക്കിക്കൊണ്ട് ഇവിടെ 40b - 7a ആക്കി. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എന്നിട്ട് ഇനി ഇവിടെ വൈ അല്ലേ വേണ്ടത് നമുക്ക്. അപ്പൊ ഈ 7 കൊണ്ട് എന്താ മതി? ഈ ഹോൾ നമ്പറിന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാം, ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാം. 40 /7 വരുമ്പോൾ 2 കിട്ടും. 7/7 എന്ന് പറയുമ്പോൾ -1 കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വൈയുടെ വാല്യൂ കിട്ടി. y = 2b - a എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടി. അപ്പൊ മൂന്നെണ്ണത്തിന്റെ വാല്യൂ ആയി. സെഡിന് എ എന്ന് കിട്ടിയിട്ടുണ്ട്, ഡബ്ല്യൂന് ബി എന്ന് എടുത്തിട്ടുണ്ട്, വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഈ മൂന്ന് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസിൽ കൊണ്ട് കൊടുത്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിക്കൂടെ? ഇവിടെ എക്സ് ഇല്ല, അതുകൊണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഇതിൽ നമുക്ക് എക്സിന്റെ ടേം ഉണ്ട്. അപ്പൊ വൈക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സെഡിന് എ എന്ന് കൊടുക്കാം, ഡബ്ല്യുവിന് ബി എന്ന് കൊടുക്കാം. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്.
ക്ലിയർ ആണോ നോക്കിയേ. 4x അങ്ങനെ തന്നെ എഴുതി. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് y ആണ്. y-യുടെ വാല്യൂ നമുക്ക് കിട്ടിയേക്കുന്നത് 2b മൈനസ് എ. അത് ഇവിടെ കൊണ്ട് കൊടുത്തു 2b മൈനസ് എ. പിന്നെ z-ന്റെ വാല്യൂ a ആണ് നമ്മൾ എടുത്തേക്കുന്നത്, അതുകൊണ്ട് a കൊടുത്തു. 2 മൈനസ് 2 ഇൻറ്റു w-ന്റെ വാല്യൂ b, അവിടെ മൈനസ് b കൊടുത്തു, ഈക്വൽ ടു 4. അപ്പൊ ഇവിടെ നെഗറ്റീവും പോസിറ്റീവ് ടേമുകളാണ് കിടക്കുന്നത്. അതായത് മൈനസ് എയും പ്ലസ് എയും അത് ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ പ്ലസ് 2bയും മൈനസ് 2bയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഇവിടെ ബാലൻസ് വരുന്നത് 4x ഈക്വൽ ടു 4 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 1 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഇതൊന്നും പറയുക 4xന്റെ 4xന്റെ എഴുതി കാണിക്കണം. വേണ്ട വേണ്ട പറഞ്ഞു. അതായത് ഈ നാലാമത്തെ ഇക്വേഷൻ ഇല്ലേ, ഈ ഇക്വേഷനാണ് എക്സ് കിടക്കുന്നത് അല്ലെ. എക്സിന്റെ ടേം വേരിയബിൾസ് നാലാമത്തെ ഇക്വേഷൻ അല്ലേ. ഇതിൽ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി, സെഡിന്റെ വാല്യൂ കിട്ടി, ഡബ്ല്യൂന്റെ വാല്യൂ കിട്ടി. അത് ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്തതനുസരിച്ച് വൈയുടെ വാല്യൂ കിട്ടി, സെഡിന് എയും ഡബ്ല്യൂന് ബിയും വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഇതുപോലെ കിട്ടുന്നു. അത് 4x വൈയുടെ സ്ഥാനത്ത് ഇവിടെ 2b മൈനസ് എ, അതാണ് ഈ 2b മൈനസ് എ. പിന്നെ സെഡ് എന്ന് പറയുന്നത് ഇവിടെ എ ആണ് നമ്മൾ എടുത്തത്, അതുകൊണ്ട് എ മൈനസ് 2 ഇൻറ്റു ഡബ്ല്യൂ. 2 ഇൻറ്റു ഡബ്ല്യൂ എന്ന് പറയുന്നത് 2 ഇൻറ്റു ബി, ഡബ്ല്യൂന്റെ വാല്യൂ ബി, ഈക്വൽ ടു 4. ഇക്വേഷനായി. ഇതില് നോക്കിയേ, ഒരു പ്ലസ് ടേം ഒരു മൈനസ് ടേം. അപ്പൊ ഈ പ്ലസ് 2b മൈനസ് 2b നമ്മൾ ക്യാൻസൽ ചെയ്തു, ഒരു മൈനസ് എയും പ്ലസ് എയും നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇത്രയും ഭാഗം പോയി നമ്മുടെ, ബാക്കി ഇത്രയേ ഉള്ളൂ. 4x ഈക്വൽ ടു 4. അതിൽ എക്സിനെ അവിടെ നിർത്തിക്കിട്ട് ഈ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 4/4 1 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ 1 എന്ന് കിട്ടും. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ എന്താ, ഇങ്ങനെ 4 വാല്യൂ കിട്ടിയോണ്ട് ഇതുപോലെ 4 ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അൺനോൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഇക്വേഷൻ ശരിക്കും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷന്റെ കേസിലാണ് വരാം. അത് ആർബിട്രറി വാല്യൂ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് വരുന്നത് ഇൻഫിനിറ്റി മെനി സൊല്യൂഷന്റെ അണ്ടറിലായിരിക്കും വരും. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. സാധാരണ കേസിലാണെങ്കിൽ നമുക്ക് ഇവിടെ നേരിട്ട് എക്സും വൈയും സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ നമുക്ക് ആർബിട്രറി വാല്യൂ ഇട്ട് സെറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ 4 വാല്യൂ ഒന്നും കിട്ടിയത്. അത് നമുക്ക് ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ കാറ്റഗറി പെടുത്താം. ഇപ്പൊ ഇത് ക്ലിയർ ആണോ? അപ്പൊ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു 3 പോസിബിലിറ്റി ആണ് ഇന്നലത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞു 3 പോസിബിലിറ്റി ആണ് നമുക്ക് ഇതിൽ വരാം. ഒന്നെന്ന് പറയുന്നത് എക്സും വൈ സെഡും നേരിട്ട് നമുക്ക് വാല്യൂ കിട്ടും. രണ്ടാമത്തത് ഇതുപോലെ ആർബിട്രറി വാല്യൂ കിട്ടും. മൂന്നാമത്തെ ഒരു കേസ് ഉണ്ട്. മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ലാസ്റ്റ് ടേമിൽ ഇവിടെ ഒരു ടേം ഒരു വാല്യൂവും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഇവിടെ ഒരു 4, ഇവിടെ ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ 0:4 എന്ന് കിട്ടി. അപ്പൊ ഒരിക്കലും നമുക്ക് ഒരു ഇക്വേഷൻ ആക്കി എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിൽ ഒരു വാരിയബിളിനും 4 കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ഒരു മുകളിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നോ സൊല്യൂഷൻ എഴുതിക്കുക. ഇതുപോലെ ആർബിട്രറി ആയിട്ട് എക്സിന് വൈക്ക് സെറ്റ് ഒന്നും വാല്യൂ കൊടുക്കാൻ പറ്റുന്ന കേസിൽ ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് എക്സും വൈക്ക് സെഡിന് വാല്യൂ കിട്ടും. നമുക്ക് എക്സും സെഡും വൈക്ക് വാല്യൂ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഇക്വേഷൻ തന്നു, എക്സ് ഈക്വൽ ടു ബി എന്ന ഫോമിലേക്ക് ആക്കി, അതിനെ വീണ്ടും ഓഗ്മെന്റേഷൻ രൂപ എ പവർ ബി എന്ന രൂപത്തിലേക്ക് ആക്കി റോ എലമെന്ററി ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ ഒരു വാല്യൂ കിട്ടിക്കണം. ഇപ്പൊ ലാസ്റ്റ് കോളത്തിൽ നോക്കിയത് മൊത്തം 0 ആയിട്ട് പോയി. പക്ഷെ ഇവിടെ 95 ഈക്വൽ ടു, അത് സെഡിന്റെ സ്ഥാനത്ത് 95ഉം ഇവിടെ ഒരു ബി വാല്യൂ ഉണ്ട്. ഇപ്പൊ ഈ 95 ഈക്വൽ ടു ഇക്വേഷൻ നമുക്ക് എഴുതാം. 95 ഇത് സെഡ്, ഇത് എക്സ് ആണ്, വൈ ആണ്, ഇത് സെഡ് ആണ്. അങ്ങനെ ആകുമ്പോൾ 95 സെഡ് ഈക്വൽ ടു 190 എന്ന് കിട്ടും. സെഡിന്റെ വാല്യൂ 190 ഡിവൈഡ് ബൈ 95 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അത് നമുക്ക് സെഡിന്റെ വാല്യൂ നേരിട്ട് കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ ഇവിടെ വൈയും സെഡും ആണ്. അപ്പൊ ഈ ഇക്വേഷൻ എന്തായി വരും? 30y മൈനസ് 20 സെഡ് ഈക്വൽ ടു 80. ഈ ഇക്വേഷനിൽ ഈ സെഡിന് കിട്ടിയ വാല്യൂ കൊണ്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വാല്യൂ. അതുപോലെ ഈ വൈയുടെ വാല്യൂ കൊണ്ട് ഫസ്റ്റ് ഇക്വേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ഇങ്ങനെ കിട്ടുന്നത് സാധാരണ കേസിൽ എന്തായാലും 2 സൊല്യൂഷൻ 3 സൊല്യൂഷൻ അവിടെ ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പൊ കേസ് എലിമിനേഷൻ മെത്തേഡിൽ 3 പോസിബിലിറ്റി വരും. ഒന്ന് ആർബിട്രറി കേസ് വരും, ഒന്ന് ഇതുപോലെ എക്സും വൈ സെഡും ഉള്ള കേസ് കിട്ടും, ഒന്ന് ഇതൊന്നും കിട്ടാത്ത കേസും കിട്ടും. നോ സൊല്യൂഷൻ എന്ന് പറയുന്ന കേസ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാം. അതില് ഏത് ക്വസ്റ്റ്യൻ ആണ് വന്നേക്കണം. ഇതില് 3-ൽ ഏത് വേണമെങ്കിലും ചോദിക്കാം.
സാധാരണ കേസിൽ ഇപ്പൊ ഇതൊന്നുമില്ല, നേരിട്ട് എക്സിനും വൈഡും വാല്യൂ വരുന്ന ഒരു കേസായിരിക്കും. ചില സമയത്ത് നമുക്ക് ഇത് ചോദിക്കാം, നമുക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇവിടെ എത്തുമ്പോൾ സ്റ്റക്ക് ആയി പോകും, ഇവിടെ എന്നിട്ട് എന്താണ് ചെയ്യണം എന്ന് അറിയാണ്ട് ആയിപ്പോകും. അപ്പൊ അത് ഫുൾ അറിയുന്ന ഒരാൾക്കല്ലേ ഇത് മുഴുവൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റിനും ഇതുപോലെ വരില്ല, ചില കേസിൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെ ആർബിട്രറി വാല്യൂ കൊടുത്ത് ചെയ്യേണ്ടതാണോ അല്ലേ എന്നുള്ളത്. അപ്പൊ ഈ 3 മെത്തേഡ് മനസ്സിലാക്കി വെച്ചാലോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഇതാണ് ടെസ്റ്റ് എലിമിനേഷൻ മെത്തേഡ്. ജോർദാൻ ജോർദാൻ മെത്തേഡിലും നമുക്ക് ഇതുപോലെ യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നിട്ടുണ്ടാവും, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, ഓഗ്മെന്റേഷൻ രൂപത്തിലേക്ക് ആക്കാം. അത് എയും കോളൻ ബി എന്ന ഫോമിലേക്ക് ആക്കി റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരുന്ന ചേഞ്ച് ഇത്രയേ ഉള്ളൂ, ഒന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ. നമുക്ക് ഈ വരുന്ന ഇവിടെ വെക്കാം. നമുക്ക് ഈ നമ്മൾ തുടങ്ങിയ മെട്രിക്സ് ഇല്ലേ, എ എന്നുള്ള മെട്രിക്സിൽ റോ ഡയഗണൽ എലമെന്റ് എല്ലാം 1 ആവണം. ബാക്കി അപ്പറിലും ലോവറിലും വരുന്ന ടേമിനെ 0 ആക്കണം. അത് 0 ആക്കാൻ വേണ്ടി ഇതുപോലെ എലമെന്ററി ഓപ്പറേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് 0 ആക്കണം. ഇതേപോലെ 0 ആയിട്ട് കിട്ടും. ഡയഗണൽ മാത്രം 1 ആക്കണം, അപ്പറിലുള്ള എലമെന്റ് 0 ആക്കണം, ലോവറിലുള്ള എലമെന്റ് 0 ആക്കണം. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറെ വാല്യൂ കിട്ടുന്നത്. ഇത് ഈ കേസിൽ എക്സ് മാത്രമേ ഉള്ളൂ, വൈയും സെഡും 0 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 15 കിട്ടും. ഇവിടെ വൈ മാത്രമേ ഉള്ളൂ, അപ്പൊ വൈന്റെ വാല്യൂ -3 കിട്ടും. ഇവിടെ സെഡ് മാത്രമേ ഉള്ളൂ, സെഡിന്റെ വാല്യൂ -3 കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതാണ് ജോർദാൻ ജോർദാൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ചെയ്ത് കാണിക്കണത് ക്ലിയർ ആണ്. ക്ലിയർ ആണ്. നമ്മള് സാധാ റാങ്ക് കണ്ടുപിടിക്കുന്ന പോലെ ബാക്കിയുള്ള എലമെന്റ്സിന്റെ എല്ലാത്തിനെയും 0യും ഡയഗണലിൽ 1 ആക്കിയാൽ പോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ആ ഡയഗണലിൽ ഇരിക്കുന്ന ഓരോ എലമെന്റിനും ഇവിടെ നമുക്ക് എക്സും വൈക്കും വാല്യൂ കിട്ടും. ഈ ഗോസ് ജോർദാൻ മെത്തേഡ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടതല്ലേ? ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ മെത്തേഡ്, നമുക്ക് ഈ മെത്തേഡാണ് എളുപ്പം. അപ്പൊ ഈ മെത്തേഡ് ചെയ്താൽ മതി. ആൻസർ എങ്ങനെയായാലും ഒരേപോലെ തന്നെ കിട്ടും. അപ്പൊ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും ജോർദാൻ വെച്ച് ചെയ്യണം, എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ ജോർദാൻ ഇതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ജസ്റ്റ് ജോർദാൻ വെച്ച് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇത് വെച്ച് ചെയ്യണം. എലിമിനേഷൻ മെത്തേഡ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ഇത് വെച്ച് ചെയ്യണം. അപ്പൊ 2 മെത്തേഡ്. ഇനി ഒരു മെത്തേഡ് കൂടി ഉണ്ട്, സ്റ്റുഡൽ മെത്തേഡ്. സ്റ്റുഡൽ മെത്തേഡ് ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനേലും കൂടുതൽ ഐറ്ററേഷൻ വരുന്നുണ്ട്. ഇവിടെ ഐറ്ററേഷൻ ബേസ് ആണ്. ഇത് 3 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയേ. ഫസ്റ്റത്തത് നമ്മൾ എന്താ ചെയ്തത്, ആദ്യം ഓഗ്മെന്റേഷൻ രൂപ എഴുതി, എന്നിട്ട് എലമെന്ററി ഓപ്പറേഷൻ ചെയ്തു, ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ബേക്കിലേക്ക് പോയിട്ടാണ് എക്സിനും വൈക്കും സെഡിനും. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ എക്സിനും വൈയുടെയും സെഡിന്റെയും വാല്യൂസ് ഇട്ട് ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ തിരികെ നമ്മൾ ഇക്വേഷനിലേക്ക് പോവാണ് ഈ മെത്തേഡിൽ, നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡിൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിന് സെഡ് എന്ന് കൊടുത്തു, ഇത് വൈ സെഡ് കൊടുത്തു, ഇവിടെ എക്സ് വൈ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ ആക്കി വീണ്ടും മാറ്റി. നമ്മൾ ഇതുപോലെ ഇക്വേഷൻ ആക്കി മാറ്റി. അപ്പൊ ബേക്കിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം വീണ്ടും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വാല്യൂ ഇടും. അതാണ് എസ് എലിമിനേഷൻ മെത്തേഡ്. അപ്പൊ ആ മെത്തേഡിന്റെ എന്താണ് ആ മെത്തേഡ് ചെയ്യുന്നത് പിടിയിട്ടില്ല. അത് ആദ്യം തന്നിരിക്കുന്ന മെട്രിക്സിനെ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനെ മെട്രിക്സിലേക്ക് ആക്കി, എന്നിട്ട് A B എന്നുള്ള ഫോം ആക്കി, അതിനുശേഷം A കോളം B എന്ന് പറഞ്ഞിട്ട് ഒരു ഓഗ്മെന്റേഷൻ രൂപം നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ റോ എലമെന്ററി ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിട്ട് ഡയഗണലിലെ താഴെയുള്ള എലമെന്റിനൊക്കെ 0 ആക്കി. അതാണ് നമ്മൾ ഇവിടെ വരെ ചെയ്തു വെച്ചേക്കണം അല്ലെ. ഈ ഡയഗണലിലെ എലമെന്റിന് താഴെയുള്ളതിനൊക്കെ 0 ആക്കി. ഇതുവരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി തിരിച്ച് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, തിരിച്ച് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം, ഇക്വേഷനിലേക്ക് ആക്കണം. നമുക്ക് കിട്ടിയേക്കണം ഈ മെട്രിക്സിനെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ഇക്വേഷൻ ആക്കി മാറ്റണം. അതുകൊണ്ടാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. തിരിച്ച് സെഡിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി, എക്സിന് വൈക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി, എക്സ് വൈ സെഡിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി, ഇതുപോലെ 3 ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഇതിനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് വീണ്ടും സോൾവ് ചെയ്ത് എക്സിനും വൈക്കും സെഡിനും വാല്യൂ കണ്ടെത്തി. ഇതാണ് ഗസ്റ്റസ് എലിമിനേഷൻ മെത്തേഡ്. ഇത് ക്ലിയർ ആണോ? മനസ്സിലായി. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ജോർദാൻ മെത്തേഡ് പറയുന്നത് ആകെ എത്രേ ഉള്ളൂ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ ഓഗ്മെന്റേഷൻ രൂപത്തിലേക്ക് ആക്കുക, ഡയഗണൽ എലമെന്റ് 1 ആക്കുന്നത് വരെ അപ്പറിലും ലോവറിലും എലമെന്ററി ഓപ്പറേഷൻ ചെയ്ത് 0 ആക്കാം. അപ്പൊ ഈ ഡയഗണലിൽ ഇരിക്കുന്ന 1 1ന് നമുക്ക് ഇവിടെ ബി കോളത്തിൽ വാല്യൂ ഉണ്ടാവും. അത് ഓരോന്നും എക്സിന് എക്സ് വൈക്ക് സെഡിനും പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പൊ നമുക്ക് എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും വാല്യൂ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്, ക്ലിയർ. അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് കഴിഞ്ഞു. ഇനി വരുന്നതാണ് ഗസ്സസ് സ്പീഡൽ മെത്തേഡ്. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുന്നത് ഐട്രേഷൻ ആണ്. ഇത് ഐട്രേഷനെ ബേസ് ചെയ്താണ്. നമ്മൾ ഓരോ ഐട്രേഷൻ ചെയ്ത് അതിനടുത്തൊരു വാല്യൂലേക്ക് എത്തിച്ച് ചെയ്യണം. നമുക്ക് എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഫസ്റ്റ് പറയാം, അത് തന്നിരിക്കുന്ന നോക്കിയേ, ഇതുപോലൊരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് തന്നിരിക്കുക. a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1. അതുപോലെ അടുത്തത് a2s b2y പ്ലസ് c2z ഈക്വൽ ടു d2 എന്ന് പറയുന്നത് പോലെ 3 ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കാം. ഫസ്റ്റത്തെ ഇക്വേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഈ എക്സിന്റെ കോയിഫിഷ്യന്റ് ഈ വൈനേക്കാളും സെഡിനേക്കാളും വലുതായിരിക്കും. ലാർജ് കോയിഫിഷ്യന്റ് എക്സ് വരുമ്പോൾ ആ ഇക്വേഷൻ നമുക്ക് എക്സ് ഈക്വൽ എന്ന് പറഞ്ഞ് ഈ ഇക്വേഷനിലെ ബാക്കിയുള്ള ടേമിന് അത് എക്സിന്റെ ടേമിനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിനെയൊക്കെ നമുക്ക് ഈക്വൽ ടു അതിന് ശേഷം ടിയുടെ അപ്പുറത്തേക്ക് കൊടുക്കും. ക്ലിയർ ആണ് പറഞ്ഞത്? അപ്പൊ നോക്കിയേ, എക്സിനെ അവിടെ ഇവിടെ ലാർജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സിനെ അവിടെ നിർത്തി ഈ b1y-യും c1z-ഉം തമ്മിൽ രണ്ടിനെ എടുത്തിട്ട് നമ്മൾ d1ന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇതൊക്കെ പ്ലസ് ആയിരുന്നു, ഇപ്പൊ അതൊക്കെ വരുമ്പോൾ മൈനസ് ആയി. അപ്പൊ d1ന്റെ കൂടെ എന്തുണ്ട്? d1 മൈനസ് b1y മൈനസ് c1z. അതിനുശേഷം എയുടെ കോയിഫിഷ്യന്റ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഇത് ക്ലിയർ ആണോ? അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ വൈന് എടുക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ തന്നെ വേണമെന്നില്ല, ഇക്വേഷൻ ഇങ്ങനെ വരണം. വൈ എടുക്കുമ്പോൾ വൈയുടെ കോയിഫിഷ്യന്റ് ആയിരിക്കണം ലാർജ്. അപ്പൊ സെഡും എക്സും സ്മോൾ ആയിരിക്കണം വൈ എടുക്കുമ്പോൾ. അപ്പൊ ആ ഇക്വേഷൻ വൈനോടെ നിർത്തിയിട്ട് താഴേക്ക് ഈ d2ന്റെ അടുത്തേക്ക് മൈനസ് a2x-ഉം മൈനസ് c2z-ഉം കൊടുത്തുകൊണ്ട് ഇതിന്റെ കോയിഫിഷ്യന്റ് a2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇക്വേഷൻ 2 ആയിട്ട് സെറ്റ് ചെയ്യും. അതുപോലെ സെഡ് എടുക്കും. സെഡിന്റെ കൂടെ എല്ലാ ടേമിനും എടുത്തിട്ട് ഡിയിലേക്ക് കൊണ്ടുപോവാം. സെഡിന്റെ കോയിഫിഷ്യന്റ് ഡിവൈഡ് ചെയ്തിട്ട് മൂന്നാമത്തെ ഇക്വേഷൻ സെറ്റ് ചെയ്യാം. ഇതുവരെ ഇത് ഈ പറഞ്ഞ 3 കൂട്ടം ഇക്വേഷൻ സെറ്റ് ചെയ്ത് ക്ലിയർ ആണോ? ക്ലിയർ. പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്ലിയർ ആവും. അപ്പൊ നോക്കിയേ, ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനില് 4x പ്ലസ് 11y മൈനസ് z ഈക്വൽ 33. ഇതിൽ നോക്കിയേ ഏതാ വരുന്നത്? വൈയുടെ കോയിഫിഷ്യന്റ് ആണ് വരുന്നത് അല്ലെ? വൈയുടെ കോയിഫിഷ്യന്റ് വലുതുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ എന്ന ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് അടുത്ത ഇക്വേഷൻ നോക്കാം. അടുത്ത ഇക്വേഷൻ നോക്കുമ്പോൾ 6x പ്ലസ് 3y പ്ലസ് 2x ഈക്വൽ 36. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സിന് എടുക്കാൻ പറ്റില്ല, സെഡിന്റെ വാല്യൂ ആണ് വലുത്. അപ്പൊ അടുത്ത ഇക്വേഷൻ നോക്കാം. അടുത്ത ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് 8x മൈനസ് 3y പ്ലസ് 2z. ഇവിടെ എക്സിന്റെ കൂടെ വരുന്ന 8 ആണ് വലുത്. ഈ രണ്ടിനേക്കാൾ വലിയ വാല്യൂ എക്സിന്റെ വാരിയബിൾ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ 8x ഈ ഇക്വേഷൻ എടുത്ത് എഴുതി ഇതിലെ മൈനസ് 3y അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് 3y ആവും, പ്ലസ് 2z അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 2z ആവും. എന്നിട്ട് എക്സിന്റെ കോയിഫിഷ്യന്റ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഇത് ക്ലിയർ ആണോ? അതേപോലെ രണ്ടാമത്തെ ഇക്വേഷന്റെ വൈന് എടുക്കാം. എന്നിട്ട് ഇവിടെ വലുത് ലാർജസ്റ്റ് വാല്യൂ വൈ ആണ് വരുന്നത്. അപ്പൊ ഈ വൈനെ അവിടെ നിർത്തിയിട്ട് ഇതിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അതിൽ നിന്ന് ഇക്വേഷൻ സെറ്റ് ചെയ്ത് 2 ആയിട്ട്. അതുപോലെ മൂന്നാമത്തെ ഇക്വേഷൻ ഇവിടെ സെഡിന്റെ വാല്യൂ വരുമ്പോൾ 12 ഈ സെഡിനെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് അപ്പുറത്ത് കണ്ടിട്ട് ഇതിൽ നിന്ന് സെഡിന്റെ ഇക്വേഷൻ ഉണ്ടായി. അപ്പൊ 3 ഇക്വേഷൻ എക്സ് വൈ സെഡ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി. ഇത് ക്ലിയർ ആണോ? ഇനി വേണ്ടത് നമുക്ക് ഇപ്പൊ 3 ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ വൈക്കും സെഡിനും 0 സബ്സ്റ്റിറ്റ് ചെയ്യണം പറയുന്നത്. അത് എക്സ് ഈക്വൽ 0, വൈ ഈക്വൽ 0, സെഡ് ഈക്വൽ 0. എക്സ് ഇവിടെ 0 കൊടുക്കാനുള്ള കൂടെ എക്സിന് വാല്യബിൾ ഇല്ല. അപ്പൊ ഈ 20 അങ്ങനെ തന്നെ വരും. 20 അങ്ങനെ തന്നെ ഇവിടെ കൊടുക്കാം. ഈ എക്സ് വൈ 0 എന്ന് പറയുന്നത് 3 × 0 ഇതിട്ട് ടേം 0 ആയിട്ട് പോകും. -2 × 0 എന്ന് പറയുമ്പോൾ ഇതും 0 ആയിട്ട് പോകും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ 20/8. അതാണ് നമുക്ക് ഇവിടെ കിട്ടുക. 20/8 ഈക്വൽ ടു 2.5. ഇത് ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ ഇക്വേഷൻ വൈയിലും കൊണ്ട് കൊടുക്കുന്നത് പറയുന്നത് എക്സിന്റെ സ്ഥാനത്ത് ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ഇല്ലേ, ആ വാല്യൂ ആണ് ഇവിടെ എക്സിന് കൊടുക്കേണ്ടത്. നമുക്ക് ഇപ്പൊ എക്സിന് ഓൾറെഡി വാല്യൂ കിട്ടി, വൈക്കും സെഡിന് വാല്യൂ അറിയില്ല. അതുകൊണ്ട് വൈയുടെ ഓൾറെഡി 0 ആണ്. സെഡിന് 0 കൊടുത്തുകൊണ്ട് എക്സിന് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കണ വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യാം. ഇവിടെ 4 × ഇപ്പൊ കിട്ടിയ വാല്യൂ 2.5 സബ്സ്റ്റിറ്റ് ചെയ്തു. താഴെ 11 33. അപ്പൊ നമുക്ക് വൈക്ക് ഒരു വാല്യൂ കിട്ടി 2.0909 എന്നുള്ള വാല്യൂ കിട്ടി. ഇത് ക്ലിയർ ആണോ? അതായത് ഇപ്പൊ നമ്മൾ ഈ വൈഡ് ഇക്വേഷൻ ഇല്ലേ, നമ്മൾ 3 ഇക്വേഷൻ ഉണ്ടാക്കി. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്നാണ് എക്സിന് വാല്യൂ കൊടുത്തിട്ട് ഇപ്പൊ എക്സിന് ഒരു വാല്യൂ കണ്ടെത്തിയാണ്. ഇതുപോലെ രണ്ടാമത് വൈക്ക് വാല്യൂ കണ്ടെത്തണം. വൈക്ക് വാല്യൂ കണ്ടെത്തണമെങ്കിൽ ഇവിടെ എക്സും ഉണ്ട്, ഇവിടെ സെഡും ഉണ്ട്. സെഡ് ഓൾറെഡി 0 ആണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. സെഡിന് 0 കൊടുക്കും. ഇനി എക്സിന് കൊടുക്കണ്ടേ വാല്യൂ?
എക്സിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയ എക്സിന്റെ വാല്യൂ ഇല്ലേ, എക്സിന് ഇപ്പൊ നമുക്ക് 20/8 = 2.5 എന്ന് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ ആയിരിക്കണം ഇവിടത്തെ എക്സിന് കൊണ്ട് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? 2.5 എന്നുള്ള വാല്യൂ എവിടെ കിട്ടുന്ന പറഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചു തരാം. ഇവിടെ നമ്മളോട് പറയണത് വൈക്ക് 0 വയ്യായിരുന്നു എഡ്യൂക്കേഷൻ സെഡും ഞാൻ അത് മാറി സെഡായിരുന്നു കേട്ടോ അവിടെ. എക്സിനും 0 കൊടുക്കുക, സെഡിനും 0 കൊടുക്കാനാ പറയുന്നത്. എക്സിന് 0 കൊടുക്കും, സെഡിന് 0 കൊടുക്കും. നോക്കിയാൽ ഇത് മൊത്തം 0 ആയിട്ട് പോകും, ഇത് മൊത്തം 0 ആയിട്ട് പോകും. 0x3 എന്ന് പറയുമ്പോൾ 0, 0x2 എന്ന് പറയുമ്പോൾ 0. അപ്പൊ ഇത് മൊത്തം 0 ആയിട്ട് പോയി. ബാക്കി ഇവിടെ വരുന്നത് 20/8. 20/8 ചെയ്യുമ്പോൾ നമുക്ക് 2.5 കിട്ടും. ഇതാണ് നമ്മുടെ എക്സിന്റെ വാല്യൂ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി എക്സിന്റെ ഇക്വേഷൻ നമ്മൾ കൊടുത്തത്. ഇനി വൈയുടെ ഇക്വേഷൻ എടുത്തേതാ. y is equal to 33 - 4x + z / 11. ഇവിടെ നോക്കിയേ, സെഡിന്റെ വാല്യൂ 0 കൊടുക്കാനാ പറയണം. ഇവിടെ 0 വരും. എക്സിന് നമുക്ക് കിട്ടിയേക്കണ വാല്യൂ കൊടുക്കണം. അതായത് 2.5 നമുക്ക് കിട്ടി. ആ വാല്യൂ × 4 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ആണ് 2.0909 എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? വൈയുടെ ഇക്വേഷൻ 3 ഇക്വേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ 3 ഇക്വേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്, വൈ, സെഡ്. എക്സിന്റെ ഇക്വേഷനിൽ വൈക്കും സെഡിനും 0 കൊടുത്ത് നമുക്ക് 20/8, അത് 2.5 എന്ന് പറഞ്ഞാൽ എക്സിന് ഒരു വാല്യൂ കിട്ടും. ആ എക്സിന്റെ വാല്യൂ വൈയുടെ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ ഇപ്പൊ കിട്ടിയ വാല്യൂ കൊടുക്കുക, സെഡിന് 0 കൊടുക്കുക. അപ്പൊ നമുക്ക് വൈക്ക് ഒരു വാല്യൂ കിട്ടും 2.0909. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി അടുത്തത് സെഡിന്റെ ഇക്വേഷൻ, മൂന്നാമത്തെ സെഡിന്റെ ഇക്വേഷൻ ആണ്. സെഡിന്റെ ഇക്വേഷനിൽ എക്സിനും വാല്യൂ കൊടുക്കാം, വൈക്കും വാല്യൂ കൊടുക്കാം. വൈക്ക് ഒരു വാല്യൂ ഇപ്പൊ കിട്ടി, സെഡിന് ഒരു വാല്യൂ നേരത്തെ കിട്ടി. അത് രണ്ടും കൊടുക്കുന്നു. കണ്ടോ, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 36 - 6 × എക്സിന്റെ സ്ഥാനത്ത് 2.5 കൊടുത്തു, -3 × വൈയുടെ സ്ഥാനത്ത് 2.9. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും. ഇത് ക്ലിയർ ആണോ? അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓരോന്നിന്റെ വാല്യൂ കിട്ടുന്നതനുസരിച്ച് അതിൽ ഇട്ടിട്ട് താഴോട്ട് പോകണല്ലേ? ഹലോ, ഇട്ടിട്ട് പോവാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോ നോക്കിയേ, അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോ നമുക്ക് എക്സിന്റെ കേസിലാണ് വരുന്നത്. എക്സിന് ഇപ്പൊ നമുക്ക് വൈക്കും വാല്യൂ കിട്ടിയിട്ടുണ്ട്, സെഡിനും വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വൈക്ക് 0, സെഡിന് 0 ആണ് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം ഇവിടെ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്, വൈക്കും വാല്യൂ കിട്ടിയിട്ടുണ്ട്, സെഡിനും വാല്യൂ കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ കൊണ്ടുവന്ന് ഈ കേസിൽ തന്നെ, നേരത്തെ കേസിന് തന്നെ എക്സിന്റെ വാല്യൂ കൊടുക്കുക, വൈക്ക് വൈയുടെ വാല്യൂ കൊടുക്കുക, സെഡിന്റെ വാല്യൂ കൊടുക്കുക. അപ്പൊ നമുക്ക് x2 ഒരു വാല്യൂ വേറെ കിട്ടും. എക്സ് 1 ആയിട്ട് എടുത്തുകൊണ്ട് ഒരു വാല്യൂ 2.5 കിട്ടി. രണ്ടാമത് നമുക്ക് ചെയ്യുമ്പോൾ എക്സിന് വേറൊരു വാല്യൂ കിട്ടി 2.9773. ക്ലിയർ ആയത്? ഇനി അടുത്ത സ്റ്റെപ്പ് വൈയുടെ ഇക്വേഷൻ വീണ്ടും കൊടുക്കുക. ഇപ്പൊ നമുക്ക് എക്സിന് ഇപ്പൊ ഒരു വാല്യൂ കിട്ടിയില്ലേ, ഈ വാല്യൂ കൊണ്ട് ഇനി അടുത്ത എക്സിന് കൊടുക്കേണ്ടത്. സെഡിന്റെ വാല്യൂ ഓൾറെഡി നേരത്തെ കൊടുത്തു തന്നെ കൊടുക്കാം. അതുപോലെ സെഡിന് വേറൊരു സെഡിന്റെ ഇക്വേഷനിൽ വീണ്ടും ഇതുപോലെ വാല്യൂ കൊടുക്കുക. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ 2-3 പ്രാവശ്യം ആവർത്തിക്കുക. ഒരു 6 സ്റ്റെപ്പെങ്കിലും വരുന്ന പറയണം. ആ 6 സ്റ്റെപ്പ് വരുമ്പോൾ നമുക്ക് ആദ്യം കൊടുത്തത് എക്സിനും വൈക്കും സെഡിനും 0 ആണ് കൊടുത്തത്. അപ്പൊ നമുക്ക് എക്സിന് 2.5 കിട്ടി. അതിനുശേഷം വൈക്ക് ഒരു വാല്യൂ കിട്ടി, സെഡിന് ഒരു വാല്യൂ കിട്ടി. ഇനി ഈ രണ്ട് വാല്യൂ കൊടുത്തുകൊണ്ട് എക്സിന് ഒരു വാല്യൂ കിട്ടി. ഇനി ഈ എക്സിന്റെ വാല്യൂ ഇതിന്റെ സെഡിന്റെ വാല്യൂ കൊടുക്കും, വൈക്ക് ഒരു വാല്യൂ കിട്ടും. അതുപോലെ ഈ എക്സും വൈയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എക്സിന് സെഡിന് വാല്യൂ കിട്ടുകൊണ്ട് സെഡിന് വാല്യൂ കിട്ടും. ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ഇങ്ങനെ പോകുന്നുണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് നോക്കിയാൽ ഒരു ഏകദേശം രൂപ നോക്കുമ്പോൾ
2.9 2.9 ആ ഒരു വാല്യൂലേക്ക് എടുത്തത്. അപ്പൊ ഇവിടെ ഇതുപോലെ അടുത്തടുത്ത വാല്യൂ വന്നു കഴിയുമ്പോൾ ലാസ്റ്റത്തെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം, ഇതിലത്തെ വാല്യൂ എടുക്കാം. എക്സില് ഈ എക്സിന് വാല്യൂ 3 ആയിട്ടും കൊടുക്കുക, വൈക്ക് 2 ആയിട്ടും കൊടുക്കുക, സെഡിന് 1 ആയിട്ടും കൊടുക്കുക. അപ്പൊ നമുക്കിവിടെ എക്സിനും വൈക്കും സെഡിനും വാല്യൂ. ക്ലിയർ ആണ് ഈ മെത്തേഡ്. ഇത്തിരി ഐട്രേഷൻ ഉണ്ട്, ഒരു 5 സ്റ്റെപ്പ് ഐട്രേഷൻ ഇതുപോലെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് എക്സിനും വൈക്കും സെഡിനും വാല്യൂ കൊടുക്കുക. അപ്പൊ അതിന് കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. ആ വാല്യൂ വെച്ച് അടുത്ത സ്റ്റെപ്പിന് കൊടുക്കുക. അങ്ങനെ 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 ഒരു 6 സ്റ്റെപ്പൊക്കെ വരുമ്പോഴേക്കും ഇത് ഏകദേശം നമുക്ക് ഇതുപോലെ ഒരു അടുത്തടുത്ത വാല്യൂ കിട്ടും. 2.9 എന്നൊക്കെ പറയുമ്പോൾ 3ക്ക് അടുത്തായി, ലാസ്റ്റ് വന്നപ്പോൾ 3-ലെത്തി. അതുപോലെ ഇതൊക്കെ അടുത്തടുത്ത വാല്യൂ വരുമ്പോൾ നമുക്ക് അതിനെ അവിടെ നിർത്തിക്കൊണ്ട് ഒരു 5-6 സ്റ്റെപ്പിൽ നിർത്തിക്കൊണ്ട് എക്സിനും വൈക്കും സെഡിനും വാല്യൂ കൊടുത്താൽ മതി. ക്ലിയർ ആണത്? ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്. ലീനിയർ ഓൾജിബ്രയിലും ക്വാണ്ടം മെക്കാനിക്സിൽ, സ്റ്റാറ്റിസ്റ്റിക്സിൽ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ, കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ മെത്തേഡ് എടുത്താൽ തീരില്ല. ഇപ്പൊ നമ്മുടെ ടൈം കഴിഞ്ഞില്ലേ? അപ്പൊ ഈ 4 മെത്തേഡ് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? റാങ്ക് പറഞ്ഞു, ജസ്റ്റ് എലിമിനേഷൻ പറഞ്ഞു, ജോർദാൻ പറഞ്ഞു, സീഡൽ പറഞ്ഞു. ഈ 4 ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഹോംവർക്ക് വേണേ ചെയ്തൊക്കെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ സാറിന് കൊടുക്കാം. സാർ ഇട്ട് തരും. അത് ചെയ്ത് നോക്കിയിട്ട് നാളേക്ക് ക്ലിയർ അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് അന്നു തന്നെ പഠിച്ചോ, അന്നു തന്നെ ക്ലിയർ ആക്കി പോ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്നത് അതിന്റെ ചെയ്യാലോ നമുക്ക്.